ഈ ഒരു റൂമിൽ രാത്രി ആരും കിടക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ കയറി ഇറങ്ങി പെരുമാറുന്നതിന് വലിയ കുറവൊന്നുമില്ല. ഹയാസിന്റെ സ്റ്റഡി റൂം ആക്കിയേക്കാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇന്നൊരു കൊട്ട തുണിയുണ്ട് കേട്ടോ മടക്കി വെക്കാനായിട്ട്. പണി കൂട്ടാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്റെ പുത്രിയുടെ വിസിറ്റും ഉണ്ട് കേട്ടോ. നമ്മള് ഡെയിലി ഒന്നും റൂമിന്റെ എല്ലാ ജനലുകളും തുറന്നിടാറില്ല കേട്ടോ. ഒന്നോ രണ്ടോ മാത്രമൊക്കെയാണ് ഓപ്പൺ ചെയ്തിടാറുള്ളൂ. ജനലഴികൾക്കിടയിലാണെങ്കിൽ ചെറിയ രീതിയിൽ മാറാലൊക്കെ പിടിച്ചിട്ടുണ്ട്. കൈയോടെ അതങ്ങ് ഒഴിവാക്കിയാൽ ക്ലീനിങ് കുറച്ചും കൂടി എളുപ്പമാവുമല്ലോ. അത് തൂത്ത് അവസാനം ഞാൻ മൊത്തത്തിലൊന്ന് മാറാലടിച്ചു കേട്ടോ. പിന്നെ ഞാൻ ആ കിടന്ന ബെഡ്ഷീറ്റ് അങ്ങ് മാറ്റിയിട്ട് വേഗം തന്നെ താഴെയും കൂടി ഒന്ന് തൂത്തിട്ടു കേട്ടോ. എന്നിട്ട് വേറൊരു ബെഡ്ഷീറ്റ് എടുത്ത് ബെഡിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു റൂം സെറ്റ് ആക്കിയപ്പോൾ എനിക്കൊരു ഹരം കയറിട്ടോ. ഞാൻ അടുത്ത റൂമിലേക്ക് വന്നേക്കാണ്. ഈ റൂമിന്റെ ജനലഴികളിലും അതുപോലെ തന്നെ മാറാലൊക്കെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ജനലൊക്കെ തൂക്കുന്നതിനിടയിൽ മൊത്തത്തിലൊന്ന് മാറാലൊക്കെ തൂത്തെടുത്തു കേട്ടോ. വലിയ കാര്യമായി ഡീപ് ക്ലീൻ ചെയ്യാതെ ചെറുതായിട്ടൊന്ന് തൂത്ത് തുടങ്ങിയതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ബ്രഷ് ഒന്നും എടുത്തില്ല കേട്ടോ. കയ്യിലിരുന്ന ആ ചൂലും കൊണ്ട് തന്നെയാണ് മൊത്തത്തിൽ തൂത്തെടുത്തത്. പണി സ്പീഡപ്പ് ആക്കുകയാണല്ലോ എന്റെ ലക്ഷ്യം. അങ്ങനെ മൊത്തത്തിലൊന്ന് തൂത്തെടുത്തപ്പോഴേക്കും ബെഡ്ഷീറ്റിലൊക്കെ നല്ല രീതിയിൽ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി മാറ്റിയിട്ടാണ് താഴേക്കൊന്ന് തൂത്തെടുത്തത്. പിന്നെ വേറെ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചിട്ട് മൊത്തത്തിലൊന്ന് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട.